വളരെ പരിചിതമായ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചിന്തിച്ച് വളരെ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ ആരെ പറ്റിയാണ് അവിടെ വായിച്ചത്? ഏലിയാവിനെ പറ്റിയാണ്. ഏലിയാവിന്റെ തുടക്കവും ഈ അധ്യായത്തിൽ തന്നെയാണ്. 17-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഗിലെയാദിലെ തിഷ്ബിയയിൽ നിന്നുള്ള തിഷ്ബിയനായ ഏലിയാവ്. ഏലിയാവിനെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു അഡ്രസ്സിൽ നിന്ന് പെട്ടെന്ന് ഒരു പ്രവാചകൻ ഉയർത്തെഴുന്നേറ്റ് വന്ന മനുഷ്യൻ എവിടെ പോയി? നേരെ ചെന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ എന്തോ വരുത്തില്ല, മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്നുള്ള അങ്ങനത്തെ ഒരു പ്രവചനം കൈമാറിയത് കൊണ്ട് ഇനി പരസ്യ ശുശ്രൂഷ നടക്കത്തില്ലെന്ന് മനസ്സിലായ ഏലിയാവിനെ ദൈവം എവിടെ ഒളിപ്പിച്ചു? കെരീത്തിൽ ഒളിപ്പിച്ചു. കെരീത്തിൽ ദൈവം ഒളിപ്പിച്ചവന് വേണ്ടി ദൈവം ആഹാരവും കെരീത്ത് തോട്ടിലെ വെള്ളവും നൽകി കൊടുത്തതിനോടൊപ്പം ചില മാസങ്ങൾക്ക് ശേഷം എന്ത് പറ്റി? കെരീത്ത് തോട് വറ്റിപ്പോയി. അവിടുന്ന് ദൈവം എങ്ങോട്ട് നയിച്ചു? സാരഫാത്തിൽ ഒരു വിധവയുടെ ഭവനത്തിലേക്ക് നയിച്ചു. അവിടെയും ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. അങ്ങനെ അല്പകാലം ആ വീട്ടുകാരോട് ഒരുമിച്ച്, വിധവയോടും മകനോടും അവരുടെ വീട്ടുകാരോടും ഒരുമിച്ച് അവിടെ പാർക്കുവാൻ ആരംഭിച്ച ഏലിയാവിന്റെ അടുക്കൽ 17-ാം വാക്യത്തിലേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? വിധവയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. അടുത്ത ശബ്ദം, ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി. അതിന്റെ അർത്ഥം എന്തുവാ? ഒരു വ്യക്തിയിൽ ശ്വാസമില്ലാതെയായെന്ന് പറഞ്ഞാൽ ആ മകൻ എന്ത് പറ്റി? മരിച്ചുപോയി. ഒന്ന് ഓർക്കണമേ, ഈ മകൻ എന്നേ മരിക്കേണ്ടതായിരുന്നു. ഈ മകൻ ഏലിയാവ് ഈ ഭവനത്തിൽ വന്ന ദിവസം മരിക്കേണ്ടതായിരുന്നു. എന്നാൽ ഏലിയാവ് എന്തോ ചെയ്തു? മരണത്തെ മാറ്റി ദൈവത്തിന്റെ ദൂതറിയിച്ച് ആയുസ്സിനെ നീട്ടിക്കൊടുത്ത് ആനന്ദത്തിന്റെയും അത്ഭുതത്തിന്റെയും, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഓരോ നിമിഷവും ആ വിധവ ആഹാരം കഴിക്കുമ്പോൾ ഒരുപക്ഷെ ആ വിധവയുടെ കണ്ണുകൾ നിറയും. കാരണം വിധവ ചിന്തിക്കും, ഒരു വർഷം മുൻപ്, ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചിന്തിച്ചതാ ഇതെന്റെ അവസാനത്തെ ആഹാരമാണെന്ന്. എന്നാൽ ദൈവം എന്റെ ഭവനത്തിൽ വന്നത് മൂലം, ദൈവീക ദാസന്മാർ എന്റെ ഭവനത്തിൽ കാലെടുത്ത് വെച്ചത് മൂലം എന്തോ മാറി? മരണം മാറി, രോഗം മാറി, ചോദ്യം മാറി, അവസ്ഥ മാറി. ദൂരെ നിന്നവർ അടുത്തായി, പുറത്തു നിന്നവർ അകത്തായി. സകല മാന്യതകളുടെയും കാരണം ദൈവം ജീവിതത്തിൽ വന്നതാണെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പറ ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിലുണ്ടായ എല്ലാ മാന്യതകളുടെയും കാരണം ആരാ? ദൈവമാണ്. ആമേൻ. ഇല്ലെങ്കിൽ നമ്മളും പറഞ്ഞത് എന്നേ മരിക്കേണ്ടതായിരുന്നു, എന്നേ അവസാനിക്കേണ്ടതായിരുന്നു, എന്നേ തീരേണ്ടതായിരുന്നു. കർത്താവിന്റെ വലിയ കൃപ ഒന്നുകൊണ്ട് മാത്രം ഭവനത്തിൽ എന്തു വന്നു? ആനന്ദം വന്നു. എന്നാൽ ഈ ആനന്ദം നീണ്ടു നിന്നില്ല. വിധവയുടെ മകൻ എന്തു പറ്റി? മരിച്ചുപോയി. ഇന്ന് ആ ഒരു വിഷയത്തിലേക്കല്ല നമ്മൾ കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം. 19-ാം വാക്യം, അവൻ അവളോട് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്നു. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ ഈ സ്ത്രീ ഏലിയാവിന്റെ അടുക്കൽ വന്നൊരു ചോദ്യം ചോദിച്ചു. 18-ാം വാക്യത്തിൽ എന്തുവാ ചോദ്യം? ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നു നീ എന്റെ അടുക്കൽ വന്നത്. ഈ ചോദ്യം ശ്രവിച്ച ഉടനെ ഏലിയാവ് ഈ ചോദ്യത്തിന് ഒരു ഉത്തരവും പറഞ്ഞില്ല. ഏലിയാവ് എന്തോ പറഞ്ഞേ? ആ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞ് ഏലിയാവ് എവിടെ പ്രവേശിച്ചു? മാളിക മുറിയിൽ പ്രവേശിച്ചു. ഞാൻ ഈ ഒരു ചിന്തിക്കുവാനിടയായ ഒരു സംഭവം പറഞ്ഞ് മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ സഭ, ഞാൻ പറഞ്ഞതുപോലെ, അവിടെ താഴെ സ്റ്റേജ്, മേളിൽ ഹോള്. ഈ മേളിൽ ഹോളിലേക്ക് പ്രവേശിക്കുന്നതിന് അതിന്റെ കവാടത്തായിട്ട് വലിയൊരു ഗേറ്റിന്റെ ഭാഗത്തായിട്ട് ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദിസ് ഹോൾ ഈസ് ഡെഡിക്കേറ്റഡ് ആസ് അപ്പർ റൂം. ഈ ആലയത്തെ ഒരു മാളിക മുറിയായി, ഒരു അപ്പർ റൂമായി ദൈവനാമത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. ഈ ഒരു ശബ്ദം വായിച്ചാണ് ഞാൻ എന്നും മുറിയിലേക്ക് വരുന്നത്. കാരണം ഞാൻ അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. എന്നും കയറുമ്പോൾ ഈ ഒരു ശബ്ദം ഭയങ്കര ബോൾഡായി, ഒരു ഭയങ്കര വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാ പ്രവേശിക്കുന്നത്? നിങ്ങൾ അപ്പർ റൂമിലേക്കാ പ്രവേശിക്കുന്നത്, മാളിക മുറിയിലേക്കാ പ്രവേശിക്കുന്നത്. അങ്ങനെ ഏകദേശം 7-8 മാസം ഇത് കണ്ട് കഴിഞ്ഞ മാസം ഈ ഒരു വിഷയത്തിന്റെ മേൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നിന്ന് കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. നീ എവിടെയായിരിക്കുന്നത്? നീ അപ്പർ റൂമില, നീ മാളിക മുറിയിലായിരിക്കുന്നത്. മാളിക മുറി ഒരു സാധാരണ സ്ഥലമല്ല. മാളിക മുറി ദൈവീക പ്രവൃത്തിയുടെ ഒരു സ്ഥലമാണ്. ആമേൻ. വചനം പഠിക്കുമ്പോൾ അപ്പർ റൂം ഹാവ് എ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. മാളിക മുറിക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യതയുണ്ട്. ചില പ്രാധാന്യതകൾ നിങ്ങൾ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാളിക മുറിയുടെ പ്രാധാന്യതകൾ എന്തൊക്കെയാ?
ബൈബിളിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ സംഭവിച്ചത് മാളിക മുറിയിൽ വെച്ചാൽ. ഒന്ന് പെന്തക്കൊസ്ത് ദിനത്തിൽ 120 പേരുടെ മേൽ ആത്മശക്തി ഇറങ്ങി വന്നത് എവിടെ വെച്ചാ? ഒരു മാളിക മുറിയിൽ വെച്ച. 2 യേശു ശിഷ്യന്മാരുടെ കാല് കഴുകിയത് ഒരു മാളിക മുറിയിൽ വെച്ചാൽ. യേശുവും ശിഷ്യന്മാരും ദ ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴം കഴിച്ചത് അങ്ങനെ പുതിയ നിയമം പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു സ്ഥലമാണ് മാളികമുറി. എന്നാൽ നമ്മൾ ഇന്ന് പുതിയ നിയമത്തിലേക്ക് പോകുന്നില്ല. പഴയ നിയമത്തിൽ ഏലിയാവിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ശബ്ദത്തെ പറ്റി പിന്നീട് അങ്ങോട്ടുള്ള ഒരു 5-6 വാക്യങ്ങളിൽ ഏകദേശം 10-20 ആത്മീക സത്യങ്ങൾ നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയും. വളരെ പ്രാർത്ഥനയോടെ ആ ഒരു ചിന്തകൾ ഈ പകലിൽ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 18-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഏലിയാവിന്റെ നേരെ ഒരു ചോദ്യം വന്നു. എന്തു വന്നു? ഒരു ചോദ്യം. എന്തുവാ ചോദ്യം? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാണോ നീ എന്റെ അടുക്കൽ വന്ന്? എനിക്കിഷ്ടപ്പെട്ട ഏലിയാവിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി, ചോദ്യം വന്ന നിമിഷം ഉത്തരം കൊടുത്തില്ല, ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞില്ല, ന്യായീകരണങ്ങൾ പറഞ്ഞില്ല, വിഷയവും എടുത്തുകൊണ്ട് മാളിക മുറിയിലോട്ട് കയറി. ഹല്ലേലൂയ. ഒരു ആത്മീക സത്യം ഉറപ്പിച്ച് ഞാൻ മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുക. ജീവിതങ്ങളിൽ കരങ്ങളിൽ ഉത്തരമുണ്ടെങ്കിലും എല്ലാത്തിനും ഉത്തരം കൊടുക്കണ്ട. ചില ചോദ്യങ്ങളുമായിട്ട് മാളിക മുറിയിലോട്ട് പ്രവേശിച്ചു. ഈ പകലിൽ ഒരു ആത്മീക സത്യം കൈമാറാം. ചോദ്യങ്ങളുമായി അകത്തേക്ക് പ്രവേശിച്ചാലും ഉത്തരവുമായിട്ടേ മാളിക മുറി വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാളിക മുറിക്കകത്തോട്ട് കയറിയത് ഒരു ചോദ്യവുമായിട്ടാണ്. ചോദ്യം എന്തുവാണെന്നറിയാവോ? നീ വന്നത് എന്റെ മകനെ കൊല്ലാനാണോ? ഏലിയാവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഈ ചോദിച്ചേനെ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. കഴിഞ്ഞ വർഷം മരിക്കണ്ടായിരുന്നു. 1 വർഷമെങ്കിലും കിട്ടിയല്ലോ. ഞാൻ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ വരാൻ ഒരു 10 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ രണ്ടുപേരും അന്നേ അല്പം നന്ദിയെങ്കിലും കാണിക്കണമെന്നൊന്നും ഏലിയാവ് ചോദ്യം കേട്ട ക്ഷണത്തിൽ മകനുമായി മാളിക മുറിയിലേക്ക് കയറി. ഏലിയാവിന് ലഭിച്ച ഒരു തിരിച്ചറിവ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ലഭിക്കണം. എന്റെ ചോദ്യത്തിന്റെ മറുപടി എനിക്കായി എന്റെ കർത്താവ് മാളിക മുറിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. മാളിക മുറി എന്റെ തകർച്ചയുടെ സ്ഥലമല്ല, മാളിക മുറി എന്റെ ചോദ്യത്തിന്റെ മറുപടിയുടെ സ്ഥലമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവ് എന്ത് ചെയ്തു? ഈ ചോദ്യം കേട്ടുകൊണ്ട് എങ്ങോട്ട് കയറി? മാളിക മുറിയിലേക്ക് കയറി. 19-ാം വാക്യം ഒരിക്കൽ കൂടി. അടുത്ത വാക്യം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: അവൻ യഹോവയോട്. ഒന്ന് നോക്കിയാൽ ഇപ്പൊ ഈ മാളിക മുറിയിൽ ആരൊക്കെയുണ്ട്? ഏലിയാവും. പക്ഷെ മകൻ എന്ന് നമ്മൾ വിളിക്കത്തില്ല. ഇന്ന് വരെ ഒരു മരിച്ച ഒരു വ്യക്തി മകൻ എന്ന് വിളിക്കുന്നത് മരിച്ച ആളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മരിച്ച ആളെ നമ്മൾ എന്ത് പറയുന്നത്? ബോഡി ഇപ്പൊ എടുക്കാൻ പോയിരിക്കും, ബോഡി ഇപ്പൊ വരും. ഇന്നലെ വരെ നമ്മൾ എന്ത് വിളിച്ചത്? എന്നാൽ മരിച്ച ആളെ നമ്മൾ ഏലിയാവും മകനെന്നൊന്നും വിളിക്കത്തില്ല. ഏലിയാവും ബോഡിയും ഇപ്പൊ എവിടെ? എന്നാൽ ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഏലിയാവ് ഒറ്റയ്ക്ക് അവിടെ മാളിക മുറിയിൽ. ഏലിയാവ് ഒരു ഡെഡ് ബോഡിയോ ഇപ്പൊ മാളിക മുറിക്കകത്ത്. പക്ഷെ 20-ാം വാക്യം ആരംഭിച്ചത് എങ്ങനെയാണെന്നറിയാവോ? അവൻ യഹോവയോട്. ഒരു വലിയ ആത്മീക സത്യം. മാളിക മുറിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം എന്റെ ദൈവവും മാളിക മുറിയിലുണ്ട്. ഹല്ലേലൂയ. ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ്, ഞാനും ചോദിച്ചു, പിതാവേ, ഒറ്റയ്ക്കായി പോയല്ലോ. കർത്താവ് വെളിപ്പെടുത്തി തന്നൊരു ആത്മീക സത്യം ഇതാ: ഇവിടെ നീ ഒറ്റയ്ക്കല്ല. നിന്റെ ശബ്ദം കേൾക്കുവാൻ ഈ 4 ചുവരുകൾക്കകത്ത് നിന്നോടൊപ്പം ഞാനും ഈ മാളിക മുറിക്കകത്തുണ്ടെന്നേ. ഈ പകലിൽ നമ്മുടെ ആത്മീക ഉറപ്പിന് വേണ്ടി, നമ്മുടെ മുന്നേറ്റത്തിന് വേണ്ടി, പ്രോത്സാഹനത്തിന് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒറ്റയ്ക്കായി പോകുന്ന ഇടങ്ങളിൽ യഹോവയോട് സംസാരിക്കാൻ ആരംഭിക്കുന്നേ. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ, നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുവാൻ, നിങ്ങളോട് മറുപടി പറയുവാൻ, നിങ്ങളുടെ കണ്ണീരിനെ തുടയ്ക്കുവാൻ എന്റെ യഹോവ നിങ്ങളുടെ മാളിക മുറിക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാളിക മുറിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. മാളിക മുറിയിൽ ഞാൻ എന്റെ ചോദ്യങ്ങളുമായി എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് മാളിക മുറി. 2, മാളിക മുറിയിൽ ഞാനും ഡെഡ് ബോഡിയുമല്ല, മാളിക മുറിയിൽ ഞാനും യഹോവയുമാണ്. ആമേൻ. ഒരിക്കലും ജീവിതത്തിൽ ചിന്തിക്കരുത്, ഈ മുറിയിൽ ഞാൻ ഒറ്റയ്ക്കായി പോയി, ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി പോയി, ഈ ദേശത്ത് ഞാൻ ഒറ്റയ്ക്കായി പോയി. ഒന്ന് കണ്ണടച്ചാൽ ചേർന്നൊരുവൻ നിൽപ്പുണ്ട്. ഹല്ലേലൂയ.
അത് തിരിച്ചറിയാതെ നമ്മൾ കരയുന്നേ, അത് തിരിച്ചറിയാതെ നമ്മൾ നിലവിളിക്കുന്നേ, അത് തിരിച്ചറിയാതെ നമ്മൾ ചോദിക്കുന്നേ. ആ തിരിച്ചറിവ് സ്വർഗം ഈ പകലിൽ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുവാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ മാളിക മുറിയിൽ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. മാളിക മുറിയിൽ നിങ്ങളുടെ ദുഃഖങ്ങളുമായി നിങ്ങൾ പ്രവേശിക്കണം. എന്തുമായി പ്രവേശിക്കണം? ദുഃഖങ്ങളുമായി. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് അനേക സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ദുഃഖവുമായി പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നുകൂടെ മുമ്പിലോട്ട് പോകാം. ജീവിതത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങോട്ട് ഓടി വരണം? ഈ മാളിക മുറിയിലേക്ക് ഓടി വരണം. കാരണം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഈ മാളിക മുറിയിലുണ്ട്. 2, ഈ മാളിക മുറിയിൽ നമ്മൾ 20 പേര് ഒറ്റയ്ക്കല്ല, നമ്മളോടൊപ്പം ദൈവിക സാന്നിധ്യമുണ്ട്. ആമേൻ. 3, ഈ മാളിക മുറിക്ക് അപ്പുറത്തേക്ക് ഞാൻ പോകുമ്പോൾ കേവലം സന്തോഷം ചുമന്നുകൊണ്ട് വരുന്ന ഇടമല്ല, ദുഃഖം ചുമന്നുകൊണ്ട് വരുന്ന ഒരു ഇടവും ആനന്ദത്തോടെ മടങ്ങിപ്പോകുന്ന ഒരു ഇടമാ മാളിക മുറി. ഹല്ലേലൂയ. ഇനി സെഹിയോൻ മാളിക മുറിക്കകത്ത് പ്രവേശിച്ചവരാരും ദുഃഖം ചുമന്നുകൊണ്ട് മടങ്ങിപ്പോകത്തില്ല. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ നിറവുണ്ട്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രാധാന്യം വഹിക്കുന്ന 2-3 ചിന്തകൾ നിങ്ങൾ മുൻപിലേക്ക് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 20-ാം വാക്യം. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. എന്ത് ചെയ്യുക? ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആരാ? ഏലിയാവ് എന്ന വ്യക്തിക്ക് വളരെ വളരെ നമ്മളെപ്പോഴും പറയാറുണ്ട് എലീശയുടെ ആഗ്രഹമായിരുന്നു. ഏലിയാവിന്റെ ആത്മാവിന്റെ, യോഹന്നാൻ സ്നാപകനെ പറ്റി പറഞ്ഞു ഏലിയാവിന്റെ ആത്മാവോട് കൂടി. ഏലിയാവിന് വളരെ ഒരു വിശേഷത ഉള്ളതായി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുമ്പോൾ യാക്കോബ് എന്തോ ഏലിയാവിനെ പറ്റി പറഞ്ഞു. യാക്കോബ് എഴുതിയപ്പോ എന്തോ പറഞ്ഞ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. പക്ഷെ ആ വാക്യത്തിന് ഒരു വാക്യം ഇങ്ങനെയാണ്. അതിന്റെ 5-ാം അധ്യായം 17-ാം വാക്യം വേഗത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം. യാക്കോബ് 5:17 ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. ചില ട്രാൻസ്ലേഷനൊക്കെ പഠിക്കുമ്പോൾ ഹി ക്രൈഡ് ഔട്ട് ടു ലോർഡ്. ഏലിയാവ് ഒരു കോമൺ മാൻ ആയിരുന്നു. യാക്കോബിൽ എന്ത് പറഞ്ഞ? ഏലിയാവ് ഒരു നമ്മളെ പോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഈ മാളിക മുറിക്ക് ഒരു ശക്തിയില്ല. മാളിക മുറിക്ക് എന്തോ ഇല്ല, മാളിക മുറിക്ക് ഒരു ശക്തിയില്ല. കാരണം ഏലിയാവ് പാർക്കുന്ന സ്ഥലമായിരുന്നു മാളിക മുറി. ആ സമയത്ത് എല്ലാ ഇസ്രായേൽ ഭവനങ്ങളിലും വരുന്ന ഗസ്റ്റുകൾക്ക് പാർക്കുവാൻ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ അപ്പർ റൂം, മാളിക മുറി. കാരണം താഴെ നിന്ന് അടുക്കളയുടെ ശബ്ദം വരും, നോയിസ് വരും. ഈ ഒരു ശബ്ദങ്ങളോ ശബ്ദകോലാഹലങ്ങളോ ഈ ഗസ്റ്റിനെ അഫക്ട് ചെയ്യാതിരിക്കാൻ അവർക്ക് ഒരു ഒറ്റപ്പെട്ട മുറി കൊടുക്കും. അതായിരുന്നു ഈ അപ്പർ റൂം. എന്നിട്ട് അപ്പർ റൂം ഒരു സാധാരണ സ്ഥലമാണ്, മാളിക മുറിക്ക് ശക്തിയില്ല. യാക്കോബ് പറയുന്ന ഏലിയാവ് ഒരു സാധാരണക്കാരനാണ്, ഏലിയാവിനും പ്രത്യേകിച്ച് ഒരു ശക്തിയില്ല. പിന്നെ എന്താ പ്രവർത്തനം നടന്നത് എന്താ? മാളിക മുറിക്ക് ശക്തിയില്ലെങ്കിൽ, ഏലിയാവിന് ശക്തിയില്ലെങ്കിൽ, ദൈവം പ്രവർത്തിച്ചതിന്റെ കാരണം ഒന്നേ ഉള്ളൂ. ഏലിയാവിന് ശക്തിയില്ലെങ്കിലും ഏലിയാവ് ഒഴുക്കുന്ന കണ്ണുനീരിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഏലിയാവിന് ശക്തിയില്ലെങ്കിലും ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇന്ന് പകലിൽ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ആരും വലിയവരല്ലെങ്കിലും, ഞങ്ങളിൽ ഒന്നും വലിയ ശക്തിയില്ലെങ്കിലും, ഈ സഭയ്ക്ക് ഒരു ശക്തിയില്ലെങ്കിലും, ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ ഈ മാളിക മുറിക്കകത്ത് ഈ ദിവസങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാളിക മുറിക്ക് ഒരു ശക്തിയില്ല, പക്ഷെ മാളിക മുറിക്കകത്ത് ഞാൻ ഒഴുക്കുന്ന കണ്ണുനീരിന് ശക്തിയുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ആത്മീക സത്യം, നമ്മുടെ കരങ്ങളിൽ ലഭ്യമായിരിക്കുന്ന ഏറ്റവും ശക്തിയുള്ള ആയുധം കണ്ണുനീര്. ഏറ്റവും ശക്തിയുള്ള ആയുധം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഏറ്റവും സുപരിചിതനായ ഒരു വ്യക്തിയാണ് യോസഫ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. ഈ യോസഫ് സഹോദരന്മാരെ കണ്ടപ്പോൾ എന്തോ ചെയ്യുന്ന അവിടെ എഴുതിയിരിക്കുന്നത്? പൊട്ടിക്കരഞ്ഞെന്ന. എങ്ങനെ കരഞ്ഞെന്ന? ഹി ക്രൈഡ് ഔട്ട് ലൗഡ്ലി. ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നു, യോസഫിന്റെ സ്ഥാനത്ത് ആരായിരുന്നു ഇച്ചിരിയെങ്കിലും ബലം പിടിച്ചിരിക്കാൻ ശ്രമിക്കും. കാരണം ഇവരുടെ മുമ്പിലല്ലേ ഒരു മാന്യത വേണ്ടേ? ഉപദ്രവിച്ചവർ മുമ്പിൽ, നിന്ദിച്ചവർ മുൻപിൽ, പൊട്ടക്കിണറ്റിലിട്ടവർ മുൻപിൽ, അവരുടെ മുൻപിൽ തന്റെ ഒരു വില പോലും ചിന്തിക്കാത്ത യോസഫ് അങ്ങ് പൊട്ടിക്കരഞ്ഞു. യോസഫ് എന്തോ ചെയ്തു? പക്ഷെ ഈ പൊട്ടിക്കരഞ്ഞ മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു കാര്യം ചെയ്തു. ഈ യോസഫിന് ഇവരാദ്യം ഇട്ടൊരു പേരുണ്ടായിരുന്നു. എന്തു ഇവരിട്ട പേര്? സ്വപ്നക്കാരൻ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ പേര് യോസഫ് കേട്ടിട്ടില്ല. ഈ പേര്
കാരണം സ്വപ്നക്കാരെന്ന് വിളിക്കുമ്പോൾ യോസഫ് ദൂരത്ത്, യോസഫ് നടന്നു വരുന്ന കണ്ടിട്ട് ഇവരെന്തോ വിളിച്ചത്? ഇതാര് കേട്ടില്ല? യോസഫ് കേട്ടില്ല. നമ്മളിവിടെ ഇരുന്ന് നമ്മൾ ചിലരെയൊക്കെ കാണുമ്പോൾ അവർ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്തുവാ? ഇവർ നമ്മളെ ഓർത്ത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 5 മിനിറ്റ് ദൂരത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാത്തൊരു പേര് നമുക്ക് അവിടുന്ന് കേൾക്കാൻ പറ്റും. എന്നാൽ യോസഫിനെ പറ്റി ഇവർ ദൂരത്ത് നിന്ന് വിളിച്ചത് സ്വപ്നക്കാരൻ വരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ യോസഫ് ഈ ശബ്ദം, പക്ഷെ ഈ പൊട്ടിക്കരഞ്ഞതിന് ശേഷം വചനത്തിൽ ഇങ്ങനെയാ കാണുന്നത്, ഏകദേശം 12 മുതൽ 15 തവണയോളം ഇവർ യോസഫിനെ ഒരു ശബ്ദം വിളിച്ചു. എന്തോ വിളിച്ചെന്നറിയാമോ? യജമാനനെ. എന്തോ വിളിച്ച്? യോസഫിന്റെ ജീവിതത്തിൽ യോസഫ് സഹോദരന്മാര് സ്വപ്നക്കാരെന്ന് വിളിച്ചതും കേട്ടില്ല, മറ്റു ഇവരിട്ട് ഒരു പേരും കേട്ടില്ല. കരയുന്നവന്റെ ചെവിയിലെത്തിയ പേരെന്തോന്നറിയാവോ? നീ ഞങ്ങളുടെ യജമാനനാ. ഇന്ന് പകലിൽ ചോദ്യം ചോദിക്കുന്നവരുടെ ചെവിയിൽ സ്വപ്നക്കാരനെ എത്തത്തുള്ളൂ, ഒത്തിരി ചൂടാവുന്നവരുടെ ചെവിയിൽ സ്വപ്നക്കാരനുള്ള ശബ്ദം എത്തത്തുള്ളൂ. പക്ഷെ പൊട്ടിക്കരയുന്നവർക്ക് ഇന്നൊരു ആത്മീക ദൂത് ഞാൻ കൈമാറാം. അവരിട്ട പേര് നിങ്ങളുടെ കാതിൽ എത്തത്തില്ല, അവര് വെച്ച ചരിത്രം നിങ്ങളുടെ ജീവിതത്തിൽ എത്തത്തില്ല, അവര് വരച്ച വര നിങ്ങളുടെ ജീവിതത്തിൽ എത്തത്തില്ല. നിങ്ങളുടെ കാതിൽ നിങ്ങൾ കേൾക്കും, നീ ഞങ്ങളുടെ യജമാനനാ. ഹല്ലേലൂയ. പൊട്ടിക്കരഞ്ഞവനെ സഹോദരന്മാര് പൊട്ടൻ തന്നെ വിളിച്ചത്, പൊട്ടിക്കരഞ്ഞവനെ അവർ യജമാനൻ എന്നാ വിളിച്ചത്. ഹല്ലേലൂയ. ഒരാത്മീക ദൂത് കൈമാറാം. ഒന്നും ചെയ്യുവാൻ അറിയത്തില്ലെങ്കിലും മുറി കയറി കരഞ്ഞു തുടങ്ങിക്കോ. സ്വപ്നക്കാരെന്ന് വിളിച്ചവരുടെ നാവിൽ നിന്ന് തന്നെ അവര് വിളിക്കും, നീ ഞങ്ങളുടെ യജമാനനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യജമാനെന്ന് വിളിപ്പിക്കാൻ പ്രയത്നിക്കണ്ട, കരഞ്ഞാ മതി. എന്തോ ചെയ്താ മതി. പക്ഷെ ഈ കരയാൻ നമുക്കൊരിടമുണ്ട്, അതാ മാളികമുറി. എല്ലായിടത്തും പോയി കരയുന്നു. ഞാൻ ചിന്തിച്ചെന്തോന്നറിയോ? വിധവ ഈ വിഷയം പറഞ്ഞപ്പോ ഏലിയാവ് വിധവയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞില്ല. വിധവയുടെ മുമ്പിൽ നിന്ന് ഏലിയാവ് ധൈര്യത്തോടെ പറഞ്ഞ മകനെ ഇങ്ങ് തരാൻ. പക്ഷെ മാളികമുറി കയറി കരയാൻ തുടങ്ങി. ആരുടെയും മുൻപിൽ കരഞ്ഞില്ലെങ്കിലും മാളികമുറിയിൽ പൊട്ടിക്കരഞ്ഞോണം. മാളികമുറിയിൽ കയറിയിട്ട് പിന്നെ നമുക്ക് പിടിച്ചു വെക്കാൻ ഒരു മാന്യതയും ഇല്ല, പിടിച്ചു വെക്കാൻ ഒന്നുമില്ല. കാരണം മാളികമുറിയിൽ ആരുമില്ല, കർത്താവ് മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും സഭ വരുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ഈ കണ്ണ് തുറക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണുന്നത്. വരുമ്പോ മുതലേ കണ്ണടച്ചിരുന്നാൽ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും കണ്ണടച്ചിരുന്നാൽ നമ്മൾ ആരെയും മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ആരാധിക്കുന്നത് അടുത്തിരിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കരയാത്തത് അടുത്തിരിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കർത്താവിനോട് സംസാരിക്കാത്തത് അടുത്തിരിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ കാഴ്ച അല്പനിമിഷം അടച്ചു വെച്ചിട്ട് പറ, കർത്താവേ, ഈ സെഹിയോൻ മാളികമുറിയിൽ എനിക്ക് അങ്ങേ മാത്രം കണ്ടാ മതി. ആമേൻ. ഇവിടുന്ന് പോകുമ്പോൾ ആരും നമ്മളെ പറ്റി പറയണ്ട, ഇവൻ കരയാത്ത ഒരു വ്യക്തിയാണെന്നും ഇവൻ ആരെയും മുമ്പിൽ താഴാത്ത ഒരു വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ കണ്ണൊരിക്കലും, ഇതൊന്നും അല്ല വേണ്ടതേ. ആൾക്കാർ നമ്മളെ പറ്റി പറയണം, മാളികമുറിയിൽ അവൻ കരയുന്നവനാണ്. പക്ഷെ അവന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? മാളികമുറിക്ക് അപ്പുറത്തേക്ക് മറ്റൊരുത്തന്റെ മുൻപിൽ അവൻ കരയത്തില്ല. ആമേൻ. നമുക്ക് പറ്റിയ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ബലം പിടിച്ചിരിക്കുക. അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഡോക്ടർമാർ മുമ്പിൽ കരയേണ്ടി വരും, മറ്റു പലരുടെ മുമ്പിൽ കരയേണ്ടി വരും, വക്കീലിന്റെ മുമ്പിൽ കരയേണ്ടി വരും, ബന്ധുക്കളുടെ മുൻപിൽ കരയേണ്ടി വരും. മാളികമുറിയിൽ കണ്ണു നിറഞ്ഞൊഴുകിയാൽ മറ്റൊരുവന്റെ മുൻപിലും നിങ്ങൾ കരയുവാൻ, നിങ്ങൾ മുട്ടുമടക്കുവാൻ എന്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ലെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. മാളികമുറിയിൽ ധൈര്യമായിട്ട് കരഞ്ഞു. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങളെ ആരും വിധിക്കത്തില്ല, ഇവിടെ നിങ്ങളെ ആരും വിധിക്കത്തില്ല. കാരണം ഇത് കരയുന്നവരുടെ ഇടമാണ്, ഇത് നിലവിളിക്കുന്നവരുടെ ഇടമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭായോഗത്തിൽ നിലവിളികൾ ഉയരണം, കണ്ണുനീരുകൾ ഒഴുകണം, നമ്മുടെ ശബ്ദം ഉയരണം. ഇങ്ങനെ നമ്മൾ വന്നിരുന്ന് പോയാൽ എത്ര വർഷം കഴിഞ്ഞാലും ഈ കാലിയായി കിടക്കുന്ന അവസരങ്ങളെല്ലാം കാലിയായി കിടക്കും. നമ്മൾ കരയാൻ തുടങ്ങിയാൽ, നമ്മൾ നിലവിളിക്കാൻ തുടങ്ങിയാൽ, സെഹിയോൻ മാളികമുറിയിൽ അന്ന് 120 പേരുടെ മേൽ ഇറങ്ങിയ അതേ അഗ്നി ഇന്നും സെഹിയോൻ മാളികമുറിയിൽ ഇറക്കാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ പറ. ഈ മാളികമുറി അത്ഭുതത്തിന്റെ ഇടമായി, ദൈവപ്രവൃത്തിയുടെ ഇടമായി ഈ ദിവസങ്ങളിൽ എന്റെ കർത്താവ് മാറ്റിയെടുക്കുമെന്നേ. ഹല്ലേലൂയ, ആമേൻ. മാളികമുറി അന്നും ഇന്നും അത്ഭുതത്തിന്റെ സ്ഥലമാണ്. പ്രശ്നം എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, അന്ന് 120 പേര് ആഗ്രഹത്തോടും പ്രതീക്ഷയോടും വരുന്നത്. ഇന്ന് ആ പ്രതീക്ഷയും ആഗ്രഹവും നമുക്ക് സ്ഥലം ഒന്നാ, പേരൊന്നാ, ദൈവം ഒന്നാ. പിന്നെന്താ പ്രവൃത്തി നടക്കാത്തെ? ഇന്ന് അന്യഭാഷകൾ വരത്തില്ലേ? ഇന്ന് പ്രാവുന്ന പോലെ ആത്മാവ് ഇറങ്ങി വരത്തില്ലേ? ഇന്ന് ആ തീ ഇറങ്ങി വരത്തില്ലേ? ഇന്നും ഇത് കണ്ട ആളുകൾ അവര് ആശ്ചര്യപ്പെടത്തില്ലേ? ഒന്നും നടക്കാത്ത എന്താണെന്നറിയാവോ? നമുക്കത് വേണ്ടത്.
നമ്മൾ തൃപ്തരായി മാറി. നമുക്ക് 11 പേര് ഇരുന്നാ മതി, പെട്ടെന്ന് പോയാ മതി, പെട്ടെന്ന് വന്നാ മതി, നല്ലൊരു കസേര കിട്ടിയാ മതി. കർത്താവ് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഈ മാളിക മുറിയിൽ കവിണ് വീണ് നിലവിളിക്കാം, കരഞ്ഞു പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ഈ മാളിക മുറി ഒരത്ഭുതത്തിന്റെ ഇടമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മാളിക മുറി ഈ ദിവസങ്ങളിൽ അത്ഭുതം നടക്കണം. ഈ ദിവസങ്ങളിൽ എന്തോ നടക്കണം? ഞാൻ ചിന്തിച്ചത് എന്തോന്നറിയോ? ഈ 120 പേര് പ്രാർത്ഥിച്ചത് മാളിക മുറിക്കകത്തിരുന്ന, ആരാധിച്ചത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന. പക്ഷെ ഇത് കേട്ടുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ചുറ്റും കൂടി ഇത് കാണാൻ, ഇതൊന്ന് നോക്കി നിൽക്കാൻ, എന്തുവാ നടക്കുന്നതെന്നൊന്ന് അറിയാൻ. നമ്മളിവിടെ നിന്നിട്ട് ആർക്കും ഇങ്ങനെ ഒരു അതിശയം തോന്നുന്നില്ലെങ്കിൽ, ആരും നമ്മളെ ആശ്ചര്യത്തോടെ നോക്കുന്നില്ലെങ്കിൽ എവിടെയൊക്കെ കുഴപ്പമുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് കുടഞ്ഞെഴുന്നേറ്റാൽ കാണാൻ ജനം ഓടിക്കൂടും. ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് കുടഞ്ഞെഴുന്നേറ്റാൽ ആശ്ചര്യത്തോടെ ആളുകൾ ഓടിക്കൂടും. കാരണം എന്താണെന്നറിയാവോ? ഇതൊരു വാടകയ്ക്കെടുത്ത ഹോളല്ല, ഇത് ദൈവപ്രവൃത്തിയുടെ മാളിക മുറിയാ. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്നവരാരും സാധാരണക്കാരല്ല, മാളിക മുറിയിലേക്ക് പ്രവേശനം ലഭിച്ചവരാ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതിനകത്ത് ഒന്ന് ഉണർന്നെഴുന്നേറ്റേ മതിയാകൂ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ മറ്റൊരു ചിന്ത കൂടി ഞാൻ മുൻപിലോട്ട് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. 21-ാം വാക്യം. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു കിടന്നു. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവൻ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട്. ഒന്ന് നോക്കണമേ, ഏലിയാവ് കരഞ്ഞു, ഏലിയാവ് കിടന്നു പ്രാർത്ഥിക്കുന്നു, ഏലിയാവ് ഈ മകന്റെ മേൽ വീണ്ടും വീണ്ടും വീഴുന്നു, പ്രാർത്ഥിക്കുന്നു, വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയും ചെയ്യുമ്പോൾ ഏലിയാവിന്റെ കണ്ണിരി കിടന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ വെച്ചാൽ അത് അത്രയും ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഏലിയാവേ, ഇത്ര കരയാൻ മാത്രം ഈ വിധവയും ഏലിയാവും തമ്മിൽ ഒരു ബന്ധു? ഇത് ഏലിയാവിന്റെ മകനല്ല, ആറ് മകനാണ്. ഞാനൊരു ചോദ്യം ചോദിക്കുക. നമ്മുടെ ഓർമ്മയിൽ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു ദിവസം അവസാനമായിട്ടെന്നാണ്. എന്റെ വിഷയത്തിന് വേണ്ടിയല്ല, എന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ മിക്ക ദിവസവും കരഞ്ഞു പ്രാർത്ഥിക്കാമായിരിക്കാം. മറ്റൊരാളുടെ വിഷയം എന്ന് പറയുമ്പോൾ എന്റെ ഭർത്താവിന്റെയും എന്റെ കുടുംബത്തിന്റെയും അല്ല, മറ്റൊരാളുടെ വിഷയം, എനിക്ക് പരിചയമുള്ള എന്റെ സഭയിലെ ഒരു വിശ്വാസിയുടെ, എന്റെ ഒരു സഹോദരന്റെ സഹോദരിയുടെ വിഷയത്തിന് വേണ്ടി ഞാൻ അവസാനമായിട്ട് കരഞ്ഞ ദിവസം എന്നാണ്. കവിണ് വീഴണ്ടേ? എന്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീരെങ്കിലും വന്നിട്ടുണ്ടോ? മറ്റൊരാളുടെ അവസ്ഥ ആലോചിച്ചിട്ട്, മറ്റൊരാൾ കടന്നു പോകുന്ന ദുഃഖം ആലോചിച്ചിട്ട്. ഏലിയാവിനോട് ഞാൻ ചോദിച്ചു, ഏലിയാവേ, നീ എന്തിനാ ഇത്രയും കരയുന്നേ? വിധവയുടെ മകനല്ലേ? ഇത് ഇസ്രായേൽക്കാരിച്ചൊന്നുമല്ല, ബാലിനെ സേവിച്ചുകൊണ്ടിരുന്ന അന്യദേശമാണ്. നീ ഇത്ര കരയേണ്ട ആവശ്യമൊന്നും? ഏലിയാവ് പറഞ്ഞൊരു മറുപടി ഇന്ന് പകലും നമ്മൾ എല്ലാവരും ഹൃദയത്തിൽ എടുക്കണം. ഏലിയാവ് ഇങ്ങനെയാ പറഞ്ഞേ, ഈ ഭവനത്തിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ അത് സാരഫാത്തിലെ വിധവയും ഞാൻ അങ്ങ് തിശ്ബിയയിൽ നിന്ന് വന്ന തിശ്ബ്യനായ ഏലിയാവുമായിരുന്നു. എന്നാൽ മാളിക മുറിക്കകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഞങ്ങൾ രണ്ടും ഒരു കുടുംബമായി മാറി. ഹല്ലേലൂയ. മാളിക മുറിക്ക് പുറത്ത് ഞങ്ങൾ രണ്ടായിരുന്നു, 2 ജാതിയായിരുന്നു, 2 സ്ഥലമായിരുന്നു, 2 ഭാഷയായിരുന്നു, 2 ജീവിത ശൈലിയായിരുന്നു. എന്നാൽ മാളിക മുറിക്കകത്ത് പ്രവേശിച്ചവർക്ക് ഒരൊറ്റ കുടുംബമേ ഉള്ളൂ, ഒരൊറ്റ വീടേ ഉള്ളൂ, ഒരൊറ്റ അവകാശമേ ഉള്ളൂ, ഒരൊറ്റ അപ്പനേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന മറ്റൊരാളുടെ ദുഃഖം എന്റെയും ദുഃഖമാണേ. ഇന്ന് നമ്മളിങ്ങനെ സാക്ഷ്യത്തിൽ കേട്ടു, യാത്ര തിരിച്ച നിമിഷം മുതൽ നമ്മൾ പ്രാർത്ഥിച്ചു. മറ്റൊരാളുടെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടിരുന്നു ഉച്ചയ്ക്ക് യാത്ര. ചോദ്യം ഇതാ, നമ്മുടെ യാത്ര ചെയ്ത ആൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് യാത്ര തിരിക്കുന്ന ആൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമോ? നമ്മൾ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇന്ന് മനസ്സിലാക്കണം, ഇന്ന് യാത്ര ചെയ്യുന്നവരും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവര് തിരിച്ചെത്തേണ്ട നമ്മുടെ ആവശ്യമാണ്, അവരും സംരക്ഷണം അനുഭവിക്കണം നമ്മുടെ ആവശ്യമാണ്. കാരണം സെഹിയോൻ മാളിക മുറിക്കകത്ത് ഒറ്റ കുടുംബമേ ഉള്ളൂ. ആമേൻ. അങ്ങനൊന്നും വന്ന് പറയരുത്, മറ്റേ ആള്, ഇന്ന ആള്, അവിടുത്തെ ആള്, കറ്റാണത്തെ ആള്, കായംകുളത്തെ ആള്, ഇത് ഒറ്റ കുടുംബമായി മാറുന്ന ദിവസം മാളിക മുറിക്കകത്ത് അത്ഭുതം നടക്കും. 120 പേരുടെ മേൽ തീ ഇറങ്ങിയ ദിവസം അവിടെ എഴുതിയിരിക്കുന്ന ഒരു ശബ്ദം എന്തുവെന്നറിയാവോ? സകലതും അവര് പൊതുവായി എണ്ണി. അവർക്കിടയിൽ ഒരു ഭിന്നതയില്ലായിരുന്നു. പുറത്ത് ഭിന്നത കാണും, അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അറിയോ? ഒന്നാ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറയത്തില്ല, വിളിച്ചാലേ പ്രാർത്ഥനയ്ക്ക് വരത്തുള്ളൂ, എന്റെ വീട്ടിൽ വന്നാലേ വരത്തുള്ളൂ, ഞങ്ങളെ പ്രത്യേകമായിട്ട് ഒന്നുകൂടെ ഒന്ന് വിളിക്കണം. ഇതൊന്നാ. ഇത് ഞാൻ മെയിൽ വീട്ടിൽ വരാൻ വേണ്ടി വീട്ടിൽ അനുവാദമൊന്നും ചോദിച്ചില്ല. കാരണം എനിക്കറിയാം എപ്പോ വന്നാലും എന്നെ ഈ ദിവസങ്ങളിൽ കോട്ടേജ് മീറ്റിങ്ങിന് പോകാൻ നമുക്കറിയാം അനുവാദവും ഇൻവിറ്റേഷനും നമുക്ക് പ്രത്യേക
നമുക്ക് പ്രത്യേക ഇൻവിറ്റേഷൻ കാർഡ് ഒന്നും വേണ്ട. ഇത് നമ്മുടെ കുടുംബമാ, ഇത് നമ്മുടെ സഭയാ. അങ്ങനെ കാണാൻ തുടങ്ങിയാൽ മാളിക മുറി അത്ഭുതങ്ങളുടെ ഇടമായി മാറും. ഹല്ലേലൂയ. അങ്ങനെ കാണാൻ കഴിയാത്തതാണ് നമ്മുടെ പരാജയം. ആമേൻ. ഈ ദിവസങ്ങളിൽ മാളിക മുറി ഒരു പുതിയ കുടുംബമാണ്. ആമേൻ. 10-20 വർഷം കഴിഞ്ഞിട്ടും ആ കുടുംബത്തിന്റെ ഒരു സ്പിരിറ്റ് നമ്മളിലേക്ക് കയറിയില്ലെങ്കിൽ ഈ മെയ് മാസം ആദ്യത്തെ 2ാമത്തെ ആഴ്ച കർത്താവ് നമ്മളോട് വളരെ വ്യക്തമായി സംസാരിക്കുക, ഇതൊരു കുടുംബമാണ്. ആമേൻ. ഈ ഒരു കുടുംബത്തിന്റെ ഫീല് നമ്മളിലേക്ക് കയറി തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു തീയായി, സ്വർഗത്തിൽ നിന്നൊരു ദൈവപ്രവൃത്തിയായി, ഒരു പുതിയ വിടുതലായി, ഒരു പുതിയ അത്ഭുതമായി കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. മറ്റൊരു കാര്യം 21-ാം വാക്യത്തിന്റെ 1-ാമത്തെ ഭാഗം ഒന്നുകൂടി വായിക്കണമേ. കുട്ടിയുടെ മേൽ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുട്ടി ഇപ്പൊ ആരാ? കുട്ടി ഇപ്പൊ ആരാ? ഇസ്രായേലിനെ ഒരു വ്യക്തിക്ക് ശവശരീരത്തിൽ തൊട്ടാൽ എന്തോ പറ്റും? നിയമം അനുസരിച്ച് തൊടാൻ പറ്റാത്ത ആളുടെ മുകളിൽ ആ ഏരിയാവ് കയറി കിടക്കുന്നത്. നിയമം അനുസരിച്ച് തൊട്ടാൽ അശുദ്ധനാകും. അതിന്റെ മുകളിൽ കയറി കിടക്കുക. കർത്താവ് പറഞ്ഞോ കിടക്കാൻ? കർത്താവ് പറഞ്ഞോ അങ്ങനെ ചെയ്യാൻ? ഞാൻ ഏലിയാവിനോട് ചോദിച്ചു, ഏലിയാവിൻ നിയമം ഇങ്ങനെ? ഏലിയാവ് പറഞ്ഞു, നിയമത്തെക്കാളും വലുതാ അകത്ത് കയറിയിരിക്കുന്ന സ്നേഹം. ഇവിടെ വന്നിട്ട് അങ്ങനൊന്നും പറയരുത്. ഞങ്ങൾ ചെറുപ്പം മുതലേ അങ്ങനെ ആയിരുന്നു, ഞങ്ങളുടെ ശീലം അങ്ങനെ ആയിരുന്നു, ഞങ്ങളുടെ ഭവനത്തിന് ഇങ്ങനെയായിരുന്നു, ഞങ്ങളൊന്നും അവിടെ ഇരിക്കത്തില്ല, അതൊന്നും കഴിക്കത്തില്ല. ഇതിനകത്ത് നിയമമല്ല, ദൈവ സ്നേഹമാണ് വസിക്കുന്നത്. ഹല്ലേലൂയ. ലവ് ഓവർ ലോ. ഈ ശബ്ദം മനസ്സിൽ വെക്കണം. ലവ് ഓവർ ലോ. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ച സമയത്തിന്റെ ചുരുക്കം മൂലം 1-2 കാര്യങ്ങൾ കൂടി മുന്നിലോട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 21-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം. എന്റെ ദൈവമായ യഹോവേ. അതിന് തൊട്ട് മുമ്പുള്ള ഒരു അക്ഷരം ഇങ്ങനെയാണ്, അവൻ കുട്ടിയുടെ മേൽ. അതിന് മുമ്പ് ഇടയ്ക്കൊരു ശബ്ദം 3 പ്രാവശ്യം. എത്ര പ്രാവശ്യം? ഏലിയാവ് നമ്മളെ പോലുള്ള മനുഷ്യനല്ല, പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. മഴ നിർത്തുവാന്നൊക്കെ വെച്ചാൽ സാധാരണക്കാരനൊരു മനുഷ്യനല്ല. ആഹാബിന്റെ മുഖത്ത് നോക്കി പ്രവചിക്കുവാന്നൊക്കെ വെച്ചാൽ സാധാരണക്കാരനൊരു മനുഷ്യനല്ല. എന്നിട്ടും എത്രവട്ടം പ്രാർത്ഥിച്ചത്? പിന്നീട് മഴ പെയ്യിക്കാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചത്? 7 പ്രാവശ്യം. ഏലിയാവിന്റെ എല്ലാ പ്രാർത്ഥനകളും നോക്കിയാൽ ഒറ്റ പ്രാവശ്യത്തിൽ പ്രാർത്ഥിച്ചെന്നു. കൂടുതലും എങ്ങനെയാ? 3 പ്രാവശ്യം. കർമ്മലിന്റെ മലമുകളിൽ 7 പ്രാവശ്യം. ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു ചിന്ത, മാളിക മുറിയിൽ ഇന്ന് വന്നിട്ട് മറുപടി കിട്ടാത്തതുകൊണ്ട് മടുത്തിട്ട് പോകരുത്. ചില വിഷയങ്ങൾക്ക് വേണ്ടി 3 പ്രാർത്ഥിക്കേണ്ടി വരും, ചില വിഷയങ്ങൾക്ക് വേണ്ടി 7 പ്രാർത്ഥിക്കേണ്ടി വരും. തീരുമാനം ഒന്നായിരിക്കണം, മറുപടി കിട്ടാതെ ഞങ്ങൾ പോകത്തില്ല. ഹല്ലേലൂയ. ചിലർ ഞങ്ങളുടെ ചർച്ചിൽ, ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയം വിജയിൽ പറഞ്ഞത് ഓർമ്മ, ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ഞങ്ങൾക്ക് ദിവസം വെച്ചാ തരുന്നത്. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് എന്തോ വേണം? കാരണം അവർ 70 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തവർ. അങ്ങനെയൊന്നും നമ്മുടെ ചർച്ചിൽ ആരുമില്ല. 70 കിലോമീറ്റർ യാത്ര ചെയ്ത് 3 ദിവസം താമസിച്ച് ഉപവസിക്കുന്ന ആളുകളുണ്ട്. അവർ പറയും, അടുത്ത മാസം ഇത്രയും ദൂരം വരാൻ പറ്റത്തില്ല, ഈ മാസം തന്നെ എന്തോ വേണം. ഞാൻ പറയും, മറുപടി നമ്മുടെ കയ്യിലല്ല. നമ്മൾ ഇന്ന് 3 പ്രാർത്ഥിക്കും, വരുന്ന ദിവസങ്ങളിൽ 7 പ്രാർത്ഥിക്കും, പക്ഷെ മറുപടി കിട്ടാൻ നമ്മൾ എഴുന്നേൽക്കത്തില്ല. ഈ ദിവസങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തോടെ ഇരിക്കണം. ആരും പറയരുത്, ഈ ആഴ്ച മറുപടി കിട്ടിയില്ലെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ വരുത്തില്ല, ഈ ആഴ്ച മറുപടി കിട്ടിയില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ കാര്യം ഉറപ്പല്ല. മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും മാളിക മുറി വിട്ട് ഒരു മടക്കി യാത്രയില്ല. മാളിക മുറിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ മറുപടി കിട്ടുവോളം ഞങ്ങൾ കാത്തിരിക്കും. We need a persistent prayer. മടുത്തുപോകാത്ത ഒരു പ്രാർത്ഥന മാളിക മുറിക്കകത്ത് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത കൂടി മുൻപിലോട്ട് 22-ാം വാക്യം. യഹോവ ഏലിയാവിന്റെ. മാളിക മുറിയുടെ പല വർഷങ്ങൾ നമ്മൾ ചിന്തിച്ചു. മാളിക മുറി എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. മാളിക മുറിയിൽ ഏലിയാവ് ചെയ്ത 5-6 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് അവസാനം ഒന്നുകൂടി പറഞ്ഞു വിടാം. ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം പറയാൻ പോകുന്നേ. ഈ മാളിക മുറിക്ക് അപ്പുറത്ത് ദൈവം 2-3 കാര്യങ്ങൾ ചെയ്തു. മാളിക മുറിക്ക് അകത്ത് പ്രവേശിച്ച ഒരുവന് വേണ്ടി, അപ്പർ റൂമിനകത്ത് സമയം ചെലവഴിച്ച ഒരുവന് വേണ്ടി ദൈവം 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ദൈവം എന്തോ ചെയ്ത്? അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ പ്രാർത്ഥന. മാളിക മുറി പ്രാർത്ഥിക്കുന്നിടം മാത്രമല്ല, പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്ന ഒരിടമാണ്. ആമേൻ. പ്രാർത്ഥനയുടെ മറുപടിയും എവിടെ ലഭിക്കും? ഈ മാളിക മുറിയിൽ തന്നെ ലഭിക്കും. ഇങ്ങനെയല്ല, മാളിക മുറിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം മറുപടിക്ക് വേണ്ടി മറ്റൊരിടത്തേക്ക് അയക്കത്തില്ല. മാളിക മുറിയിൽ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി
മാളിക മുറി വിട്ടു പോകുന്നതിന് മുൻപ് ലഭിക്കും. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ 10 മിനിറ്റ് ബാക്കിയുണ്ടെങ്കിൽ എത്ര പേർക്ക് ഏലിയാവിനെ പോലൊരു വിഷയമുണ്ട്, വിശ്വാസമുണ്ട്? ഇന്ന് രാവിലെ ഞാൻ വന്ന വിഷയത്തിന് അടുത്ത 10 മിനിറ്റിനുള്ളിൽ മറുപടി കിട്ടുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ ഈ മാളിക മുറിക്കകത്ത് കയറിയ വിഷയത്തിന് പോകുന്നതിന് മുൻപ്, പുറത്തു പോകുന്നതിന് മുൻപ്, ഈ വാതിൽ വിട്ട് ഞാൻ ഇറങ്ങുന്നതിന് മുൻപ്, ഈ മാളിക മുറിക്കകത്തുനിന്ന് എന്റെ വിഷയത്തിന്റെ മറുപടി സ്വർഗം എന്റെ കരങ്ങളിൽ തരുമെന്ന് വിശ്വസിക്കുന്നവർ പറ. ഇത് പ്രാർത്ഥനയുടെ ഇടം മാത്രമല്ല, മറുപടിയുടെ ഇടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലും ഉപരിയായി 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, കുട്ടിയുടെ പ്രാണൻ ഒന്നുകൂടി, കുട്ടിയുടെ പ്രാണൻ. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന് മുൻപ് എന്ത് സംഭവിച്ചിട്ടില്ല? എന്നരം എന്റെ ചോദ്യം, ഇതുവരെ സംഭവിക്കാത്ത ഒരു സംഭവത്തിന് വേണ്ടി ഏലിയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് ഉയർപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ വലിയ കാര്യമല്ല. കാരണം നമ്മൾ ഈ ഉയർപ്പിനെ പറ്റി കേട്ടിട്ടുണ്ട്, യേശു 3 പേരെ ഉയർപ്പിച്ചതിനെ പറ്റി കേട്ടിട്ടുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റതിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഏലിയാവ് ഇങ്ങനത്തെ ഒരു കഥകളും വളരെ പ്രാധാന്യം വഹിക്കുന്ന കർത്താവിന്റെ ഹൃദയത്തിൽ കൊണ്ടു തന്നൊരു ചിന്ത ഞാൻ പറയുക. മാളിക മുറിക്കകത്ത് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തത് ചിലത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ഒന്നുകൂടി, മാളിക മുറിക്കകത്ത് ഇന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്തത്, ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തത്, ഒരു പുസ്തകത്തിലും എഴുതി രേഖപ്പെടുത്തിയിട്ടില്ലാത്തത് ഈ മാളിക മുറിക്കകത്ത് സ്വർഗം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ പറ, ഇതിനകത്ത് കർത്താവ് ചില പുതിയത് ചെയ്യുമെന്നേ. പഴയ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കരുത്. ഇനി നമ്മൾ പനി സൗഖ്യമാകാൻ, രോഗി സൗഖ്യമാകാൻ ഇതൊന്നുമല്ല. ചരിത്രം കണ്ടിട്ടില്ലാത്തത് സെഹിയോനകത്ത് നടക്കാൻ പോവാ. ലോകം കണ്ടിട്ടില്ലാത്തത്, കായംകുളം പട്ടണം കണ്ടിട്ടില്ലാത്തത് ഈ മാളിക മുറിക്കകത്ത് എന്റെ കർത്താവ് ചെയ്തെടുക്കുമെന്നേ. കാരണം ഇത് പഴയ കാര്യങ്ങൾ ആവർത്തിക്കുന്നിടമല്ല, പുതിയ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നിടമാണ്. ഏലിയാവിന്റെ വിശ്വാസം കണ്ട് ഞാൻ അതിശയിച്ചു പോയി. ഏലിയാവ് എവിടെയും വായിച്ചിട്ടില്ല മരിച്ചവര്. പക്ഷെ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടിട്ട് കർത്താവ് ഇന്ന് വരെ ചെയ്യാത്ത ഒരു കാര്യം അന്ന് ചെയ്തെങ്കിൽ, ഇന്ന് നിങ്ങളുടെ വിഷയത്തിൽ മറ്റാരുടെയും സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും, വചനത്തിൽ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പുതിയതായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യും. അതെ, എത്ര പേർക്ക് അങ്ങനെ വിശ്വാസമുണ്ട്? നമ്മൾ നമ്മുടെ ചില രോഗങ്ങൾ എടുത്തിട്ട് പറയാൻ, കർത്താവേ ഈ രോഗം സൗഖ്യമായതായിട്ട് ഞാൻ എവിടെയും, ഈ ഒരു വിഷയം മാറിയതായിട്ട് ഞാൻ എവിടെയും. പക്ഷെ എനിക്ക് വേണ്ടി ഈ മാളിക മുറിക്കകത്ത് എന്റെ കർത്താവ് പുതിയത് ചിലത് ചെയ്യും. ഒന്നുകൂടി, പുതിയത് ചിലത് ചെയ്യും. ആരും കേട്ടിട്ടില്ലാത്തതൊന്ന് ചെയ്യും, ആരും കണ്ടിട്ടില്ലാത്തതൊന്ന് ചെയ്യും. പൗലോസിന്റെ ഭാഷയിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലാത്തത് ഈ മാളിക മുറിക്കകത്ത് എന്റെ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Upper room is a place of something new. ഒരൊറ്റ ചിന്ത കൂടി പറഞ്ഞു ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കും. 23-ാം വാക്യം. ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്ന്, ഒരൊറ്റ ചോദ്യം. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഡെഡ് ബോഡിയുടെ ഫ്യൂണറൽ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? സ്നേഹം കൊണ്ട് ബോഡിയെ ബെഡ്റൂമിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത്ര നാൾ കൂടെ ഇന്നൊരു മനുഷ്യനായുണ്ട്, ഇത്ര നാൾ നമ്മുടെ കൂടെ എത്ര സ്നേഹിച്ച ആളാണെങ്കിലും ഫ്യൂണറൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സെമിട്രിയിലേക്കാണ് പോകുന്നത്. അതിനെ അടക്കം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്നാൽ മാളിക മുറിയിൽ ജീവനറ്റ ശരീരവുമായി പ്രവേശിച്ചവർ മാളിക മുറിയിൽ നിന്ന് സെമിത്തേരിയിലോട്ടല്ല പോയത്, മടങ്ങി വീട്ടിൽ വന്നു. മടങ്ങി എവിടെ വന്നു? ഈ മാളിക മുറിയിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഏലിയാവ് എങ്ങോട്ടായിരുന്നു പോകേണ്ടത്? സെമിത്തേരിയിലോട്ടാണ് പോകേണ്ടത്. സെമിത്തേരി പോകേണ്ട വിഷയമാണ്. ആ വിഷയമായിട്ട് എങ്ങോട്ട് കയറിയെന്നറിയാമോ? മാളിക മുറിയിലോട്ട് കയറിയത്. പക്ഷെ മാളിക മുറിയിൽ കയറിയ വിഷയവുമായി ഇനി സെമിത്തേരിയിലോട്ട് പോകത്തില്ല. മാളിക മുറിയിൽ കയറിയ വിഷയവുമായി ഇനി അങ്ങോട്ട് പോകത്തില്ല. ഇവിടുന്ന് മടങ്ങി വീട്ടിലോട്ടേ പോകത്തുള്ളൂ. ഒന്നുകൂടി, ഇവിടെ വന്നിട്ട് ഇനി മെഡിക്കൽ കോളേജിലോട്ടോ, ഇവിടെ വന്നിട്ട് ഇനി സെമിത്തേരിയിലോട്ടോ, ഇവിടെ വന്നിട്ട് ഇനി അങ്ങോട്ടല്ല, ഇനി ആനന്ദത്തോടെ സാക്ഷ്യത്തോടെ മടങ്ങി ഭവനത്തിലേക്ക് പോകും. ഹല്ലേലൂയ.
ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരും ഇതിനകത്ത് കയറിയില്ലായിരുന്നെങ്കിൽ, ചില വർഷങ്ങൾക്ക് മുമ്പ് മാളിക മുറിയിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എവിടെ നിന്നേനെ? ആമേൻ. ഇത് ചിലരുടെ സാക്ഷ്യമാണ്. ഇത് ചിലരുടെ സാക്ഷ്യമാണ്. മാളിക മുറിയിൽ കയറിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് സെമിത്തേരിയിൽ വിശ്രമിക്കേണ്ടവരാ. മാളിക മുറിയിൽ കയറിയില്ലായിരുന്നെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വിശ്രമിക്കേണ്ടവരാ. ഇതിനകത്ത് കയറിയോണ്ട് അങ്ങോട്ട് പോകാൻ കർത്താവ് ഇവിടെ വരുത്തിയില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ പോകുന്നത് അങ്ങോട്ടല്ല, സന്തോഷത്തോടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിലും മാളിക മുറിയിൽ നിന്ന് ബലം ഏറ്റെടുത്താലുണ്ടല്ലോ, ഹോസ്പിറ്റലിലോട്ടല്ല പോകുന്നത്, അടുത്ത ശുശ്രൂഷയ്ക്കാണ് പോകുന്നത്. ഇന്ന് പകലിൽ ഉറപ്പിച്ചോ, നമ്മൾ എടുത്തുകൊണ്ട് വന്ന വിഷയം ഉണ്ടല്ലോ, ആ വിഷയവുമായിട്ട് ഇനി നമ്മൾ മറ്റൊരിടത്തേക്ക് പോകത്തില്ല. ആനന്ദത്തോടെ കർത്താവ് നിങ്ങളെ മടക്കി അയക്കും. കർത്താവ് നിങ്ങളെ മടക്കി അയക്കും. 24-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, സ്ത്രീ ഏലിയാവോട് നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. സ്ത്രീ ആദ്യം പറഞ്ഞത് ഒരു ട്രാജഡിയാണ്. സ്ത്രീ ആദ്യം പറഞ്ഞെന്തോന്നറിയാം ഏലിയാവോട്? എന്റെ മോനെ കൊല്ലാനാണോ? മാളിക മുറിയിൽ ഇറങ്ങിയപ്പോൾ ട്രാജഡി ടേൺഡ് ഇൻടു ടെസ്റ്റിമണി. തുടങ്ങിയത് എന്തോ, എന്റെ മോനെ കൊല്ലാനാണോ വീട്ടിലോട്ട് വന്നേന്ന് ചോദിച്ച സ്ത്രീ ഇപ്പൊ എന്തോ പറഞ്ഞതറിയാവോ? നീ സത്യമായിട്ടും ദൈവപുരുഷനാ. ഇത് പറയിപ്പിച്ചത് എങ്ങനാ? ഏലിയാവിനോടൊന്ന് ചോദിച്ചേ. ഏലിയാവ് IPCയുടെ ലൈസൻസ് കാർഡ് എടുത്ത് കാണിച്ചില്ല. ഏലിയാവ് സഭയുടെ ഓർഡിനേഷൻ എടുത്ത് കാണിച്ചില്ല. ഏലിയാവ് ഒന്ന് മാളിക മുറിയിൽ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. പറഞ്ഞതിന്റെ സാരം ചോദിച്ചവർ മാറ്റി പറയുന്നേ, ചോദിച്ചവർ തിരിച്ചു പറയുന്നേ, കളിയാക്കിയവർ നിർത്തിയുന്നേ, കളിയാക്കിയവർ നിങ്ങളുടെ തല ഉയർത്തുമെന്നേ. ഒറ്റ കാര്യം ചെയ്താൽ മതി, മാളിക മുറിക്കകത്ത് കരയാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയ. മറുപടി പറയാതെ മാളിക മുറിയിൽ പ്രവേശിച്ചവനെ സ്ത്രീ എന്തോ പറഞ്ഞതറിയോ? സത്യമായിട്ടും നീ ദൈവപുരുഷനാ. കാരണം പോയത് ശവശരീരവുമായിട്ടാണെങ്കിൽ മടങ്ങി വന്നത് ജീവനുള്ള ശരീരവുമായിട്ടാണ്. ഇന്ന് പകലിൽ ഇവിടെ പ്രവേശിച്ചത് മരിച്ച ചില വിഷയങ്ങളുമായിട്ടാണെങ്കിൽ, ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക, മരിച്ച ചില വിഷയങ്ങളുമായിട്ടാണെങ്കിൽ സ്വർഗം വ്യക്തിപരമായി ചിലരോട് സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ ഈ മാളിക മുറിയിൽ ആ വിഷയം ഉയർത്തെഴുന്നേൽക്കും. മരിച്ച വ്യക്തികളെ പറ്റിയല്ല പറയുന്നത്, മരിച്ച വിഷയങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട്. മരിച്ച വിഷയങ്ങൾ, നമ്മൾ പ്രാർത്ഥന നിർത്തിയ വിഷയങ്ങൾ, ഇനി നടക്കത്തില്ലെന്ന് നമ്മൾ ഉറപ്പിച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഈ മാളിക മുറിയിൽ ഉയർത്തെഴുന്നേൽക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ വിഷയങ്ങൾ ഈ മാളിക മുറിയിൽ ഉയർത്തെഴുന്നേൽക്കാൻ പോവാ. നമ്മൾ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത് ഇനിയും ഉയർത്തെഴുന്നേൽക്കുന്നു. ഒരു പക്ഷെ ഏലിയാവ് പ്രതീക്ഷിച്ചില്ല എടുത്തോണ്ട് പോയവൻ നടന്നിറങ്ങി വരുമെന്ന്. പക്ഷെ ഇന്ന് കേട്ട് വിശ്വസിച്ചോ, ഇതിനകത്ത് എടുത്തോണ്ട് കയറിയ വിഷയങ്ങളുമായി നടന്നു തിരിച്ചു പോകുന്ന രീതിയിൽ, സാക്ഷ്യവുമായി തിരിച്ചു പോകുന്ന രീതിയിൽ ഈ സെഹിയോൻ മാളിക മുറിക്കകത്ത് എന്റെ കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ദുഃഖകരമായ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു, ഓർമ്മയിൽ വെക്കണമേ. ആദ്യം നമ്മൾ എന്തോ പറഞ്ഞു തുടങ്ങി? മാളിക മുറി എന്തുവാ? മാളിക മുറിയിൽ ആരുണ്ട്? മാളിക മുറിയിൽ കർത്താവുണ്ട്. മാളിക മുറി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചോദ്യങ്ങളും പ്രശ്നങ്ങളുമായിട്ട് പ്രവേശിക്കേണ്ട ഒരു സ്ഥലമാണ്. പിന്നെന്തോ നമ്മൾ പറഞ്ഞത്? കരച്ചിൽ, പൊട്ടിക്കരയുന്ന ഒരു സ്ഥലമാണ് മാളിക മുറി. അതിനുശേഷം ദൈവത്തോട് തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, മറ്റൊരാളുടെ വിഷയം എന്റെ വിഷയമായി മാറുന്ന ഒരു കുടുംബമായി മാറുന്ന ഒരു സ്ഥലമാണ് മാളിക മുറി. നിയമത്തിന് മുകളിൽ ഞാൻ എന്റെ സ്നേഹത്തെ വെക്കുന്ന ഒരു സ്ഥലമാണ് മാളിക മുറി. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് മാളിക മുറി. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് മാളിക മുറി. എന്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്ന ഒരു സ്ഥലമാണ് മാളിക മുറി. ഇന്ന് വരെ ദൈവം ചെയ്യാത്ത പുതിയ ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഇടമാണ് മാളിക മുറി. മരിച്ചെന്ന് പറഞ്ഞ വിഷയങ്ങളെ ജീവനോടെ തിരിച്ചു കൊണ്ടുപോകുന്ന ഇടമാണ് മാളിക മുറി. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് ഏലിയാവിന് എന്തോ കിട്ടിയില്ല, ഒരാദരവും കിട്ടിയില്ല. അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ഇടയിൽ നടന്നാൽ, ഉയർത്തെഴുന്നേൽപ്പ് വേണ്ട, ഒരു ചെറിയ അത്ഭുതം ഒരു പാസ്റ്റർ ചെയ്താൽ, ഒരു അപ്പോസ്തലൻ ചെയ്താൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന മാന്യത എന്തും. ഏലിയാവ് ഇത് ചെയ്തത് ആരും കണ്ടുമില്ല. ഇറങ്ങി വന്നപ്പോൾ വിധവ ഏലിയാവിന് പ്രത്യേകിച്ചെന്നും കൊടുത്തെന്നോ സാക്ഷിച്ചെന്നോ വിധവ ഏലിയാവിനെ മാനിച്ചെന്നോ ഒന്നും എഴുതിയിട്ടില്ല. ഏലിയാവ് മണിക്കൂറുകൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയ്ക്ക് ഏലിയാവിന് എന്തോ കിട്ടിയില്ലെന്ന് അറിയാമോ? മാന്യത കിട്ടിയില്ല. പക്ഷെ അടുത്ത അധ്യായത്തിൽ ഏലിയാവ് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഏലിയാവ് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അടുത്ത അധ്യായത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്?
കർമ്മേലിന്റെ പർവ്വതത്തിൽ കയറിയിട്ട് ഏലിയാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഏലിയാവ് എന്നെ അയച്ചത് നീയാണെന്നും, കർത്താവ് എന്നെ അയച്ചത് നീയാണെന്നും, ഞാൻ നിന്റെ ദാസനാണെന്നും, നിന്റെ വാക്കുകളാണ് ഞാൻ പറയുന്നതെന്നും ഈ നിൽക്കുന്ന ജനം അറിയേണ്ടതിന് വേണ്ടി നീ വെളിപ്പെട്ട് വരട്ടെ. ഒറ്റ പ്രാർത്ഥന, ചെറിയ പ്രാർത്ഥന, ഒരു വാക്യത്തിന്റെ പ്രാർത്ഥന. അടുത്ത വാക്യത്തിൽ എന്തോന്നറിയോ? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. എന്തോ ഇറങ്ങി? സ്വർഗത്തിൽ നിന്ന് എന്തോ ഇറങ്ങി? സ്വർഗത്തിൽ നിന്ന് എന്തോ ഇറങ്ങി? കാണാൻ എത്ര പേരെന്നറിയോ? ചുമ്മാ ഒന്ന് കൂട്ടി നോക്കിയ ബാലിന്റെ 300 പ്രവാചകന്മാര്, അശേരയുടെ 450 പ്രവാചകന്മാര്, ആഹാബ് രാജാവും സൈന്യവും, ഇസ്രായേൽ ജനം മുഴുവനും ഒന്ന് ചുരുക്കി കൂട്ടിയാൽ 10,000 പേര് നിൽക്കുമ്പോൾ 1 മിനിറ്റിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. കർത്താവ് പറഞ്ഞ ഒരു ആത്മീക ചിന്ത ഞാൻ പറയാം. മാളിക മുറിയിൽ മുട്ടുമടക്കിയവനെ സ്വർഗം മലമേൽ മാനിക്കും. ചേർന്ന് പറ, മാളിക മുറിയിൽ മുട്ടുമടക്കിയവനെ സ്വർഗം മലമേൽ മാനിക്കുമെന്ന്. ഹല്ലേലൂയ. മാളിക മുറിയിൽ മുട്ടുമടക്കിയത് ആരും കേട്ടില്ലേ? മാളിക മുറിയിൽ കടന്ന് പ്രാർത്ഥിച്ചത് ആരും കേട്ടില്ലേ? മാളിക മുറിയിൽ കരഞ്ഞത് ആരും കേട്ടില്ലേ? പേടിക്കണ്ട. അടുത്ത ശുശ്രൂഷ എവിടെ അറിയോ? കർമ്മേലിന്റെ മലമുകളിലാണ്. അത് 4 പേര് കാണും. 4 പേരല്ല, 1000 കാണും. 1000 കാണും. ഞാൻ ചിന്തിച്ചെന്തോന്നറിയോ? ബാലിന്റെ പ്രവാചകന്മാര് ശരീരം മുറിച്ചിട്ട് ഇറങ്ങാത്ത തീ, അവര് കിടന്ന് ഉച്ചവരെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാത്ത തീ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചില്ലെങ്കിലും ചെറുതായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, തീ ഇറങ്ങിക്കോളുന്നു. തീ ഇറങ്ങിയത് എന്താണെന്നറിയാവോ? അന്നത്തെ പ്രാർത്ഥന ചെറുതായിരുന്നെങ്കിലും തലേ ദിവസം മാളിക മുറിയിൽ ഒരു ദിവസം മൊത്തം പ്രാർത്ഥിച്ചിട്ടാ വന്നത്. ആമേൻ. കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥനയുടെ മറുപടി ഈ ദിവസങ്ങളിൽ കർമ്മേലിന്റെ പർവ്വതത്തിൽ വെളിപ്പെട്ടു വരും. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ മറുപടി, കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ മറുപടി, കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗം നിങ്ങൾക്ക് വേണ്ടി, സ്വർഗം എനിക്ക് വേണ്ടി കർമ്മേലിന്റെ മലമുകളിൽ അതൊരു തീയായി, അതൊരു വിടുതലായി, അതൊരു മറുപടിയായി, അതൊരു മാന്യതയായി. അതൊരു സാധാ തീയല്ല. വെള്ളം നിറഞ്ഞ തോടിനെ വറ്റിച്ചൊരു തീ, നനഞ്ഞ യാഗമൃഗത്തെ ദഹിപ്പിച്ചൊരു തീ, ആയിരങ്ങളുടെ കണ്ണിനെ ആശ്ചര്യം എന്ന് പറഞ്ഞ ഒരു തീ, ആളുകൾ ഞെട്ടിപ്പോയ ഒരു തീ, ശത്രു തകർന്ന ഒരു തീ, ശത്രുവിന്റെ രാജ്യം തകർന്നസ്തമിച്ച ഒരു തീ. കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിന് മലമേ സ്വർഗം നിങ്ങളെ മാനിക്കുമെന്നേ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധി അടയട്ടെ.